വിവാദ വിഷയങ്ങളിൽ എതിർപ്പ് തുടരാൻ CPI ബ്രൂവറിയിലടക്കം മുൻ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. സ്വകാര്യ സർവകലാശാല കരട് ബില്ലിൽ CPIയുടെ ആവശ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം സർക്കാർ വഴങ്ങിയിരുന്നു. വിവാദ തീരുമാനങ്ങളിൽ ഘടകകക്ഷികളുമായുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായ സാഹചര്യത്തിൽ CPM കടുംപിടുത്തം അവസാനിപ്പിക്കുന്നുവെന്ന സൂചനയാണ് സ്വകാര്യ സർവകലാശാല കരട് ബില്ലിൽ CPIയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയ സർക്കാർ നീക്കം നൽകുന്നത്. ബില്ലിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വിസിറ്റർ പദവി ഒഴിവാക്കിയത് CPIയുടെ ആവശ്യപ്രകാരമാണ്. CPIയെ വരുതിയിലാക്കിയാൽ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളും നിശബ്ദരാകുമെന്നാണ് CPM കണക്ക് കൂട്ടുന്നത്. കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങളിൽ CPIക്ക് സർക്കാർ വഴങ്ങുമോ എന്നതാണ് ഇനി പ്രസക്തമായ കാര്യം. എതിർപ്പ് തണുപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോഴും നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനാണ് CPI തീരുമാനം. ബ്രൂവറി വേണ്ടെന്ന നിലപാട് 19-ന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ആവർത്തിക്കുമെന്ന് തന്നെയാണ് CPI നേതാക്കൾ നൽകുന്ന വിവരം. സംസ്ഥാന കൗൺസിൽ തീരുമാനത്തിൽ നിന്ന് ചർച്ച പോലുമില്ലാതെ പിന്നോട്ട് പോയാൽ പാർട്ടി ഘടകങ്ങളിൽ വിമർശനമുയരുമെന്ന ബോധ്യവും CPIക്കുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഒരു സമ്മർദ്ദത്തിനും CPI വഴങ്ങില്ല. ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധനവ് വേണമെന്ന് CPI ആവശ്യപ്പെട്ടിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യമടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ക്ഷേമ പെൻഷൻ വർധനവ് CPI മുന്നോട്ട് വെച്ചത്. ഇത് പരിഗണിക്കാത്തതിലും പാർട്ടിക്ക് വലിയ അമർഷമുണ്ട്. ജനം, തിരുവനന്തപുരം.